പത്താൻകോട്ടിൽ ആക്രമണം നടത്തിയ 6 ഭീകരരെയും വധിച്ചതായി പ്രതിരോധ മന്ത്രി മനോഹർ പരീക്കർ. വരും ദിവസങ്ങളിലും തെരച്ചിൽ തുടരും. ഭീകരരുടെ കൈവശമുണ്ടായിരുന്ന ആയുധങ്ങളിൽ ചിലത് പാക് നിർമ്മിതമാണെന്നും പ്രതിരോധ മന്ത്രി പറഞ്ഞു. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഫോണിൽ വിളിച്ച് പാകിസ്ഥാൻ പ്രധാനമന്ത്രി നവാസ് ഷെരീഫ് ഉത്തരവാദികൾക്കെതിരെ നടപടിയുണ്ടാകുമെന്ന് ഉറപ്പു നൽകി. വിശദാംശങ്ങൾ നൽകാൻ ദില്ലിയിൽ നിന്നും എം സന്തോഷ് ചേരുകയാണ്. സന്തോഷ്, എന്തൊക്കെയാണ് മാധ്യമപ്രവർത്തകരോട് പ്രതിരോധ മന്ത്രി വ്യക്തമാക്കിയത്? മറ്റു വിവരങ്ങൾ? സുരേഷ്, തീവ്രവാദി ആക്രമണം നടന്ന പത്താൻകോട്ടിലെ വ്യോമകേന്ദ്രം സന്ദർശിച്ചതിന് ശേഷമാണ് പ്രതിരോധ മന്ത്രി മനോഹർ പരീക്കർ മാധ്യമങ്ങളെ കണ്ടത്. 38 മണിക്കൂറോളം നീണ്ട ഏറ്റുമുട്ടലിൽ ഒടുവിൽ 6 തീവ്രവാദികളെയും വധിച്ചതായി മന്ത്രി അറിയിക്കുകയുണ്ടായി. ഈ 38 മണിക്കൂറിന് ശേഷം പിന്നീട് നടന്നത് തീവ്രവാദികൾ ഉണ്ടോ എന്ന സംശയത്തിന്റെ പുറത്ത് നടത്തിയ തിരച്ചിലാണ്. വരും ദിവസങ്ങളിലും ഈ തിരച്ചിൽ തുടരും. അതേസമയം കൊല്ലപ്പെട്ട തീവ്രവാദികളുടെ കയ്യിൽ നിന്നും നിരവധി ആയുധങ്ങൾ എടുത്തിട്ടുണ്ട്. ഈ ആയുധങ്ങളിൽ ചിലത് പാക് നിർമ്മിതമാണെന്ന് ഇപ്പോൾ തന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ കാര്യങ്ങൾ സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടക്കാൻ ഇപ്പോൾ കഴിയില്ല. തീവ്രവാദി ആക്രമണം സംബന്ധിച്ച് NIA കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. അന്വേഷണം പൂർത്തിയായതിനു ശേഷം നിരവധി കാര്യങ്ങൾ വ്യക്തമാകുമെന്ന് മനോഹർ പരീക്കർ പറയുകയുണ്ടായി. സുരക്ഷ പാളിച്ച ഉണ്ടായിട്ടില്ല, പക്ഷേ ചില വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്. ഈ വീഴ്ചകൾ എന്താണ് എന്നുള്ളത് NIA അന്വേഷണം പൂർത്തിയായതിനു ശേഷം ബോധ്യപ്പെടുമെന്നും പ്രതിരോധ മന്ത്രി വ്യക്തമാക്കി. അതേസമയം പാക് പ്രധാനമന്ത്രി നവാസ് ഷെരീഫ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഫോണിൽ വിളിച്ച് ഈ പത്താൻകോട്ട് ഭീകരാക്രമണത്തെ അപലപിച്ചു. ഇതുകൂടാതെ ഏതെങ്കിലും തരത്തിൽ പാക് ഉത്തരവാദികൾ ഉണ്ടെങ്കിൽ ഇവർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുമെന്നും നവാസ് ഷെരീഫ് ഉറപ്പ് നൽകിയിട്ടുണ്ട്. നേരത്തെ തന്നെ പാക് ബന്ധം ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ചില തെളിവുകൾ ഇന്ത്യ കൈമാറിയിരുന്നു. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ സ്വീകരിക്കാൻ പാകിസ്ഥാൻ തയ്യാറായില്ല. നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ ഉഭയകക്ഷി ചർച്ചകൾ ഉൾപ്പെടെ നിർത്തിവെക്കേണ്ടി വരുമെന്നും കർശന തീരുമാനത്തിലേക്ക് പോകേണ്ടി വരുമെന്നും ഇന്ത്യ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് നവാസ് ഷെരീഫ് പ്രധാനമന്ത്രിയെ വിളിച്ച് പിന്തുണ വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. ഏതായാലും ഇപ്പോൾ പത്താൻകോട്ട് വ്യോമകേന്ദ്രത്തിലെ സൈനിക നടപടി അവസാനിച്ചു എന്ന് പറയാം. പക്ഷേ ഭീകരർ ഉണ്ടോ എന്നുള്ള സംശയത്തിൽ വരും ദിവസങ്ങളിലും തിരച്ചിൽ തുടരും. അതേസമയം തന്ത്രപ്രധാന കെട്ടിടങ്ങൾക്കും അതോടൊപ്പം തന്നെ ആയുധങ്ങൾക്കും കേടുപാട് പറ്റിയിട്ടില്ലെന്നും മന്ത്രി വ്യക്തമാക്കുകയുണ്ടായി. സുരേഷ്, ദില്ലിയിൽ നിന്നും എം സന്തോഷാണ് വിശദാംശങ്ങൾ നൽകിയത്. വീരമൃത്യു വരിച്ച ജവാൻ EK നിരഞ്ജന് നാടിന്റെ അന്ത്യാഞ്ജലി. പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാരം എളമ്പുളശ്ശേരിയിൽ നടന്നു. രാവിലെ 8 മണിയോടെ ഭൗതിക ശരീരം പൊതുദർശനത്തിനായി എളമ്പുളശ്ശേരി KAUP സ്കൂളിൽ എത്തിച്ചു. കല, രാഷ്ട്രീയ, സാംസ്കാരിക രംഗത്തെ നിരവധി പേർ അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയിരുന്നു. നാട്ടുകാരും സ്കൂൾ കുട്ടികളും ധീരജവാന് അന്ത്യാഭിവാദ്യം അർപ്പിച്ചു. 11 മണിയോടെ കര, വ്യോമസേനാ വിഭാഗങ്ങളുടെ ആദരം. പതിനൊന്നരയോടെ സൈനിക ബാൻഡ് വാദ്യത്തിന്റെ അകമ്പടിയിൽ വിലാപയാത്രയായി മൃതദേഹം കളരിക്കൽ വീട്ടുവളപ്പിലേക്ക്. സംസ്കാര ചടങ്ങിൽ സംസ്ഥാന സർക്കാരിനെ പ്രതിനിധീകരിച്ച് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പങ്കെടുത്തു. MP മാരായ MP രാജേഷ്, PK ബിജു, ജില്ലയിൽ നിന്നുള്ള മറ്റ് ജനപ്രതിനിധികൾ എന്നിവരും ചടങ്ങിൽ സംബന്ധിച്ചു. പൂർണ്ണ സൈനിക പോലീസ് ബഹുമതികളോടെയായിരുന്നു സംസ്കാരം. സംസ്കാര ചടങ്ങിന് ശേഷം എളമ്പുളശ്ശേരി KAUP സ്കൂളിൽ അനുശോചന സമ്മേളനവും ചേർന്നു. രാജ്യത്തിനു വേണ്ടി ജീവൻ ബലിയർപ്പിച്ച ധീരജവാന് വീരോചിതവും വികാരനിർഭരവുമായ യാത്രാമൊഴിയാണ് ജന്മനാട് നൽകിയത്. ക്യാമറാമാൻ മഹേഷ് പാലക്കാടിനൊപ്പം AK ലതീഷ്. ലഫ്റ്റനന്റ് കേണൽ നിരഞ്ജനെ ഫേസ്ബുക്കിലൂടെ അവഹേളിച്ച മലപ്പുറം കൂട്ടൂർ സ്വദേശി മുഹമ്മദ് സാദിഖിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. രാജ്യദ്രോഹ കുറ്റത്തിനാണ് അറസ്റ്റ്. മാധ്യമപ്രവർത്തകൻ എന്ന വ്യാജേനയാണ് ഇയാൾ പോസ്റ്റിട്ടത്. ഒരു മാധ്യമ സ്ഥാപനത്തിന്റെ പരാതിയെ തുടർന്നാണ് നടപടി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ RSSന്റെ വോട്ട് വാങ്ങിയില്ലെന്ന് പറയാൻ ഉമ്മൻചാണ്ടിക്ക് ധൈര്യമുണ്ടോ എന്ന് കോടിയേരി ബാലകൃഷ്ണൻ. കുമ്മനത്തിന്റെ നമസ്കാരത്തിന് വിധേയരാകുന്നവർക്ക് കരുതൽ വേണമെന്നും ഗാന്ധിജിയെ വെടിവെക്കുന്നതിന് മുൻപ് ഗോഡ്സെ കാൽത്തൊട്ട് വണങ്ങിയിരുന്നെന്നും കോടിയേരി പറഞ്ഞു. ഏത് വിധേനയും ഭരണ തുടർച്ച ആഗ്രഹിക്കുന്ന മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി എങ്ങനെയെങ്കിലും അക്കൗണ്ട് തുറക്കണമെന്ന RSSും തമ്മിലുണ്ടാക്കിയിരിക്കുന്ന രഹസ്യധാരണ പുറത്തുവരാതിരിക്കാനാണ് CPM RSS ബന്ധമെന്ന കള്ളപ്രചരണത്തിന് പിന്നിലെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. കോൺഗ്രസ് BJP ബന്ധത്തിന്റെ ഇടനിലക്കാരനാണ് വെള്ളാപ്പള്ളി നടേശനെന്നും കോടിയേരി വ്യക്തമാക്കി. വെള്ളാപ്പള്ളിയുടെ BDJSൽ നിരവധി കോൺഗ്രസുകാരാണ് അംഗങ്ങളായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിൽ ദ്വയാംഗത്വം ഉണ്ടോ എന്നുള്ളത് സുധീരൻ വ്യക്തമാക്കണമെന്നും കോടിയേരി ആവശ്യപ്പെട്ടു.
BJP സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരന്റെ നമസ്കാരത്തിന് വിധേയരാകുന്നവർക്ക് കരുതൽ വേണമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഗാന്ധിജിയെ വെടിവെച്ച് കൊല്ലുന്നതിന് മുൻപ് ഗോഡ്സെയും അദ്ദേഹത്തെ വന്ദിച്ചിരുന്നു. മഹാത്മാഗാന്ധിയെ വെടിവെക്കാൻ പോയ നാത്തൂറാം ഗോഡ്സെയും കാല് തൊട്ട് വണങ്ങിയിട്ടാണ് വെടിവെച്ചത്. ആ കൽബർജിയെ കൊല്ലാൻ പോയ 2 RSSകാർ കാല് തൊട്ട് വന്നിച്ച് നമസ്കാരം ചെയ്തിട്ടാണ് വെടിവെച്ചത്. അതുകൊണ്ട് ഈ നമസ്കാരത്തിന് വിധേയമാകുന്ന ആളുകൾക്ക് ഒരു കരുതൽ വേണം. RSS ബൈഠക്കിന്റെ തീരുമാനങ്ങളെക്കുറിച്ച് ഇന്റലിജൻസ് പരിശോധിക്കാൻ പോലും തയ്യാറായില്ല. മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഇതിൽ മൗനമാണ് സ്വീകരിച്ചിട്ടുള്ളതെന്നും കോടിയേരി കുറ്റപ്പെടുത്തി. ജനതാദളിന്റെ LDFിലേക്കുള്ള വരവിനെക്കുറിച്ച് വീരേന്ദ്രകുമാർ ശത്രുപക്ഷത്ത് നിൽക്കുന്ന ഒരു ബന്ധുവാണെന്നതായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. വീരേന്ദ്രകുമാർ ശത്രുപക്ഷത്ത് നിൽക്കുന്ന ഞങ്ങളുടെ ഒരു ബന്ധുവാണ്. ബന്ധുക്കളുമായിട്ട് ചിലപ്പോൾ നിൽക്കുന്ന പിണക്കങ്ങൾ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പരിഹരിക്കപ്പെടും. വീരേന്ദ്രകുമാറിന് അപ്പുറത്ത് UDFിൽ എപ്പോഴും നിൽക്കാൻ കഴിയുന്നതല്ല. അതുകൊണ്ട് തന്നെ ആശയപരമായി അദ്ദേഹത്തിന് അവരുമായി പൊരുത്തപ്പെട്ടു പോകാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ജനങ്ങൾക്ക് രക്ഷയില്ലാത്തതിനാലാണ് സുധീരൻ ജനരക്ഷയാത്ര പോലും നടത്തുന്നതെന്നും കോടിയേരി കുറ്റപ്പെടുത്തി. RSSന് മുൻപേ യോഗയുണ്ടായിരുന്നെന്നും CPM യോഗയ്ക്കെതിരല്ലെന്നും കോടിയേരി മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായി വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഉമ്മൻചാണ്ടിക്കെതിരെ പിണറായി വിജയൻ RSSനെ ന്യായീകരിക്കുന്ന മാനസികാവസ്ഥയിൽ നിന്നും ഉമ്മൻചാണ്ടി മാറാൻ തയ്യാറല്ലെന്ന് പിണറായി. RSSനെ വെള്ളപൂശുന്ന ഉമ്മൻചാണ്ടി RSSുമായി ഒളിഞ്ഞും തെളിഞ്ഞും സഖ്യമുണ്ടാക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. വിവരാവകാശ കമ്മീഷനിലേക്ക് സർക്കാരിന്റെ ഇഷ്ടക്കാരെ കോടതി നിർദ്ദേശം മറികടന്ന് നിയമിക്കാൻ നീക്കം. ലഭ്യമായ അപേക്ഷകൾ മുഴുവൻ പ്രസിദ്ധീകരിക്കണമെന്ന കോടതി ഉത്തരവ് കാറ്റിൽ പറത്തി 15 പേരുടെ ചുരുക്കപ്പട്ടിക തയ്യാറായി. ചുരുക്കപ്പട്ടിക തയ്യാറാക്കിയത് മുഖ്യമന്ത്രിയുടെ കീഴിലെ പൊതുഭരണ വകുപ്പാണ്. 6 ആഴ്ചയ്ക്കകം വിവരാവകാശ കമ്മീഷണർമാരെ നിയമിക്കണമെന്നതായിരുന്നു ഹൈക്കോടതിയുടെ ഉത്തരവ്. കോടതി ഉത്തരവ് പ്രകാരമുള്ള കാലാവധി ഈ വരുന്ന ജനുവരി 15 അവസാനിക്കും. 237 അപേക്ഷകളാണ് ഇതുവരെ ലഭിച്ചിരിക്കുന്നത്. അപേക്ഷ നൽകിയവരിൽ മുതിർന്ന IAS IPS ഉദ്യോഗസ്ഥർ മുതൽ വിവരാവകാശ പ്രവർത്തകർ വരെയുണ്ട്. മുതിർന്ന മാധ്യമപ്രവർത്തകൻ സണ്ണിക്കുട്ടി എബ്രഹാം, ആലപ്പുഴ കോൺഗ്രസ് DCC ജനറൽ സെക്രട്ടറി എബി കുര്യാക്കോസ്, മുൻ റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി നിവേദിത P. ഹരൻ, ലാൻഡ് റവന്യൂ കമ്മീഷണർ KM മോഹൻദാസ്, മുൻ സെൻസസ് ഡയറക്ടർ VM ഗോപാലമേനോൻ IAS, മുൻ മാതൃഭൂമി ഡെപ്യൂട്ടി എഡിറ്റർ വെച്ചൂച്ചിറ മധു, മനോരമ ചീഫ് സബ് എഡിറ്റർ ബോണി കുര്യാക്കോസ് എന്നിവരാണ് ചുരുക്കപ്പട്ടികയിൽ ഇടം പിടിച്ച പ്രമുഖർ. നേരത്തെ സാധ്യത കൽപ്പിക്കപ്പെട്ടിരുന്ന പ്രമുഖരായിരുന്ന PP ജെയിംസ്, KPCC ജനറൽ സെക്രട്ടറി അബ്ദുൾ മജീദ് എന്നിവർ ഇത്തവണ അപേക്ഷ സമർപ്പിച്ചിട്ടില്ല. കോൺഗ്രസിൽ നിന്ന് സണ്ണിക്കുട്ടി എബ്രഹാമിന്റെ പേരിനാണ് മുൻതൂക്കമെന്നത് എബി കുര്യാക്കോസിന്റെ സാധ്യതകളെ ഇല്ലാതാക്കും. ലീഗിൽ നിന്ന് ഒരു ഗവൺമെന്റ് സെക്രട്ടറിയുടെയും പാർട്ടി അനുഭാവികളായ 2 അഭിഭാഷകരുടെയും പേരുകൾക്കാണ് മുൻതൂക്കം. ജനതാദൾ വെച്ചൂച്ചിറ മധുവിന്റെയും അങ്കത്തിൽ ജയകുമാറിന്റെയും പേരുകളാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. നമിത് ശർമ്മ കേസിൽ സുപ്രീം കോടതി വ്യക്തമാക്കിയ മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തിയാണ് സർക്കാർ പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത്. 237 പേരുടെ അപേക്ഷ 15 ചുരുക്കിയത് ഏത് മാനദണ്ഡം ഉപയോഗിച്ചാണെന്ന് വ്യക്തമല്ല. നിയമന സമിതി ചേരുമ്പോൾ പട്ടിക ചുരുങ്ങിയത് ക്രമപ്രകാരമല്ലെന്ന് ചൂണ്ടിക്കാട്ടി VS വിയോജനക്കുറിപ്പ് എഴുതിയേക്കും. ഇത് മുൻകൂട്ടി കണ്ട് ഫയൽ മാത്രം VSന് കൈമാറാനുള്ള നീക്കങ്ങളും അണിയറയിൽ പുരോഗമിക്കുന്നുണ്ട്. വിവരാവകാശ കമ്മീഷണർമാരാവാൻ അപേക്ഷ നൽകിയ ആ 237 പേരാരെന്നും അവരുടെ യോഗ്യത എന്തെന്നും അറിയാനുള്ള അവകാശം പൊതുജനത്തിനുണ്ട്. അത് മറച്ചുവെച്ച് 15 പേരുടെ മാത്രം ചുരുക്കപ്പട്ടിക തയ്യാറാക്കിയത് സർക്കാരിൻ്റെ ഇഷ്ടക്കാരെ തിരികെ കയറ്റാനാണെന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ്. തിരുവനന്തപുരത്തു നിന്നും S. ജീവൻകുമാർ. വിദ്യാർത്ഥി സമരങ്ങളെ കർശനമായി നേരിടണം എന്ന് ഹൈക്കോടതി. ക്ലാസ് തടസ്സപ്പെടുത്തുന്നവരെ പോലീസിനെ ഉപയോഗിച്ച് നീക്കണമെന്നും ഒരു വിദ്യാർത്ഥിയെങ്കിലും ഉണ്ടെങ്കിൽ അധ്യാപകൻ ക്ലാസ് എടുക്കണമെന്നും ഹൈക്കോടതി. വെള്ളാപ്പള്ളിക്കൊപ്പം ജാമ്യമെടുക്കാൻ പോയ രാജൻ ബാബുവിനെതിരെ നടപടി വിശദീകരണം ചോദിക്കലിൽ ഒതുങ്ങും. UDFിൽ നിന്ന് പുറത്താക്കുന്നതുൾപ്പെടെയുള്ള നടപടികൾ വേണ്ട എന്നാണ് നേതൃത്വത്തിന്റെ ധാരണ. നേതൃത്വവുമായി ആലോചിച്ച് തീരുമാനമെടുക്കുമെന്ന് PP തങ്കച്ചൻ അറിയിച്ചു. രാജൻ ബാബു BDJSൽ തുടരുന്നത് മുഖ്യമന്ത്രിയുടെ സംരക്ഷണയിലെന്നും കോൺഗ്രസിൽ ദ്വയാംഗത്വം ഉണ്ടോ എന്ന് സുധീരൻ വ്യക്തമാക്കണമെന്നും കോടിയേരി ബാലകൃഷ്ണൻ ചോദിച്ചു. CPIMനെയും പോലീസിനെയും വെല്ലുവിളിച്ച് SDP നേതാവ് ഇസ്മയിൽ കമല. CPIMന് ഇനിയും രക്തസാക്ഷി സ്തൂപങ്ങൾ പണിയേണ്ടി വരുമെന്ന് ഭീഷണി. പട്ടാപ്പകൽ എങ്ങനെ കൊല്ലാമെന്ന് നാദാപുരത്തും പുന്നാടും കാണിച്ചിട്ടുണ്ടെന്നും ഇസ്മയിൽ കമല പ്രസംഗത്തിൽ പറഞ്ഞു. കഴിഞ്ഞ ദിവസം കുറ്റ്യാടിയിൽ നടന്ന SDPI പൊതുയോഗത്തിലാണ് സംസ്ഥാന നേതാവ് ഇസ്മായിൽ കമന CPIM നേതാക്കൾക്കും പോലീസിനുമെതിരെ കൊലവിളി പ്രസംഗം നടത്തിയത്. SDPIയോട് കളിച്ചാൽ നാദാപുരത്തെ ബിനുവിന്റെ രക്തസാക്ഷി സ്തൂപത്തിന്റെ കൂടെ 6 സ്തൂപങ്ങൾ കൂടി പണിയേണ്ടി വരും. പട്ടാപ്പകൽ എങ്ങനെ കൊലപാതകം നടത്താമെന്ന് നാദാപുരത്ത് മാത്രമല്ല
പുന്നാടും ഞങ്ങൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. CPIM നേതാക്കളുടെ പേരെടുത്ത് പറഞ്ഞായിരുന്നു കൊലവിളി. പട്ടാപ്പകലൊക്കെ ആണുങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ട്. അത് ഇവിടെ മാത്രമല്ല, അത് നാദാപുരത്ത് മാത്രമല്ല, അത് പുന്നാട്ടും കാണിച്ചിട്ടുണ്ട്. പട്ടാപ്പകൽ ആൺകുട്ടികൾ, അത് നിങ്ങൾക്ക് പറ്റൂല. പോലീസിനെയും SDPI നേതാവ് വെറുതെ വിട്ടില്ല. തങ്ങൾക്കെതിരെ നടപടിയെടുക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ വീടും മേൽവിലാസവും തങ്ങൾക്കറിയാമെന്നും ഇസ്മായിൽ കമന ഭീഷണിപ്പെടുത്തി. കൃത്യമായി മനസ്സിലാക്കിക്കോ പോലീസുകാരാ, നിന്റെയൊക്കെ നാട് ഞങ്ങൾക്കറിയാം, നിന്റെ പേരറിയാം, നിന്റെ വീടറിയാം, നിന്റെയൊക്കെ വീട്ടിൽ പോകുന്ന വഴി അറിയാം. സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ പ്രവർത്തകർക്ക് ഒന്ന് കൃത്യമായി മനസ്സിലാക്കിക്കോ. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മൊബൈൽ ഫോൺ വിപണിയിൽ തരംഗമാകാൻ M-Phone എത്തുന്നു. ആപ്പിൾ ഐഫോണിനോട് കിടപിടിക്കുന്ന ആധുനിക സംവിധാനങ്ങളുമായാണ് മാംഗോ ഫോൺ എന്ന M-Phone ഇന്ത്യൻ വിപണിയിൽ എത്തുന്നത്. 3D 4G സംവിധാനം ഉൾപ്പെടുന്ന ആധുനിക സ്മാർട്ട് ഫോൺ ശ്രേണിയുമായി പ്രമുഖ സ്മാർട്ട് ഫോൺ നിർമ്മാതാക്കളായ M-Phone ഇലക്ട്രോണിക്സ് ആൻഡ് ടെക്നോളജി ഈ മാസം ഇന്ത്യൻ വിപണിയിലെത്തും. 6000 മുതൽ 54,000 രൂപ വരെ വില വരുന്ന സ്മാർട്ട് ഫോണുകളുമായാണ് M-Phone എത്തുന്നത്. ആദ്യഘട്ടത്തിൽ 5 ഫോണുകളാണ് കമ്പനി ഇന്ത്യയിൽ അവതരിപ്പിക്കുക. യൂറോപ്യൻ വിപണിയിൽ പരീക്ഷിച്ചു വിജയിച്ച കൊറിയൻ സാങ്കേതികവിദ്യയാണ് ഇന്ത്യയിലും അവതരിപ്പിക്കുന്നത്. 3 ദിവസം ബാക്കപ്പ് ലഭിക്കുന്ന 6050 mAh ശേഷിയുള്ള ബാറ്ററി, 23 MP ക്യാമറ, പൊട്ടാത്തതും പോറൽ ഏൽക്കാത്തതുമായ IPS HD ഗോറില്ല ഗ്ലാസ്, വാട്ടർ പ്രൂഫ് എന്നീ സവിശേഷതകൾ അടങ്ങിയ ഫോണുകളാണിവ. M-Phone 5 മുതൽ M-Phone 9 വരെയുള്ള ശ്രേണികളാണ് ആദ്യഘട്ടത്തിൽ എത്തുന്നത്. ഈ വർഷം അവസാനത്തോടെ ഇന്ത്യയിലെ മികച്ച സ്മാർട്ട് ഫോൺ നിർമ്മാതാക്കളായി മാറുക എന്നതാണ് കമ്പനി ലക്ഷ്യമിടുന്നത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. രാജ്യത്തെ ഭീകരാക്രമണങ്ങളുണ്ടായ പശ്ചാത്തലത്തിൽ ശബരിമലയിൽ സുരക്ഷ ശക്തമാക്കി. സംശയാസ്പദമായ സാഹചര്യത്തിൽ കർശന പരിശോധനകൾക്ക് ശേഷം മാത്രമേ തീർത്ഥാടകരെ സന്നിധാനത്തേക്ക് കടത്തിവിടൂ. മകരവിളക്കിനോടനുബന്ധിച്ച് കൂടുതൽ പോലീസുകാരെയും ശബരിമലയിൽ വിന്യസിക്കും. രാജ്യത്ത് ഭീകരാക്രമണ ഭീഷണി നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് ശബരിമലയിൽ സുരക്ഷ ശക്തമാക്കിയത്. പമ്പയിലും സന്നിധാനത്തുമടക്കം എല്ലായിടങ്ങളിലും സുരക്ഷാ പരിശോധനകൾ കർശനമാക്കി. സംശയാസ്പദമായ സാഹചര്യത്തിൽ തിരിച്ചറിയൽ കാർഡ് പരിശോധിച്ച ശേഷമേ തീർത്ഥാടകരെ സന്നിധാനത്തേക്ക് കടത്തിവിടൂ. ഇരുമുടിക്കെട്ടിനു പുറമെ കൂടുതൽ സാധനങ്ങളുമായി വരുന്ന തീർത്ഥാടകരെയും പരിശോധിക്കുമെന്ന് സന്നിധാനം സ്പെഷ്യൽ ഓഫീസർ അരുൾ RB കൃഷ്ണ പറഞ്ഞു. ഇപ്പോഴത്തെ സെക്യൂരിറ്റി സിറ്റുവേഷൻ വെച്ചിട്ട് അത് കുറച്ച് ലൈറ്റായിട്ട് അവർ ഇങ്ങനെ അനാവശ്യമായിട്ടുള്ള ലഗേജ് ഇല്ലാതെ ഇരുമുടിയും വളരെ തോൾസഞ്ചിയുമായിട്ട് വന്നാൽ നമുക്കും സെക്യൂരിറ്റി പർപ്പസിന് അത് കുറച്ച് നല്ലതായിരിക്കും. പരിശോധനയ്ക്കായി പുതുതായി 14 സ്കാനറുകൾ സ്ഥാപിക്കും. മകരവിളക്കടുത്തതോടെ തിരക്ക് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ 2350ഓളം പോലീസുകാരുടെ പുതിയ സംഘം ശനിയാഴ്ച ചുമതലയേൽക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി CRPFന്റെ നേത്ര എന്ന അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾ സന്നിധാനത്തെത്തിച്ചിട്ടുണ്ട്. വനമേഖലയിലടക്കം 1 കിലോമീറ്റർ ചുറ്റളവിൽ നിന്ന് ദൃശ്യങ്ങൾ പകർത്താൻ സാധിക്കുന്ന നേത്രയുടെ പരീക്ഷണ പറക്കൽ കഴിഞ്ഞ ദിവസം നടന്നു. തിരക്ക് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ സന്നിധാനത്തും പരിസരത്തും നേത്ര ഉപയോഗിച്ച് സുരക്ഷാ പരിശോധന നടത്തും. ന്യൂസ് ബ്യൂറോ, സന്നിധാനം. ഒരു ഇന്നിംഗ്സിൽ 1000 റൺസ് നേടി ലോക റെക്കോർഡ് സൃഷ്ടിച്ച് മുംബൈക്കാരനായ സ്കൂൾ വിദ്യാർത്ഥി പ്രണവ് ധൻവാദെ. ഒരു കളിയിൽ 1000 റൺസ് ഒറ്റയ്ക്ക് നേടുന്ന ആദ്യ താരമാണ് പ്രണവ്. ഇന്നലെ ഒറ്റ ദിവസം 652 റൺസ് നേടി പ്രണവ് ലോക റെക്കോർഡ് സൃഷ്ടിച്ചിരുന്നു. ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിലാണ് പ്രണവിന്റെ ലോക റെക്കോർഡ് നേട്ടം. 323 പന്തുകളിൽ നിന്നാണ് പ്രണവ് 1000 റൺസ് തികച്ചത്. ഭണ്ഡാരി ട്രോഫി ചാമ്പ്യൻഷിപ്പിൽ KC ഗാന്ധി സ്കൂളിന് വേണ്ടിയാണ് പ്രണവിന്റെ റെക്കോർഡ് നേട്ടം. കോളിൻസിന്റെ 628 റൺസ് ആയിരുന്നു ഇതുവരെയുള്ള ലോക റെക്കോർഡ്.